ബി.ജെ.പി. എം.എൽ.എയുടെ മകൾ വനിതാ എസ്.ഐയുടെ കരണത്തടിച്ചു. കർണാടകയിൽ ബി.ജെ.പി. എം.എൽ.എയുടെ മകൾ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ മർദ്ദിച്ചതായി ആരോപണം. തുമകുരു റൂറൽ എം.എൽ.എ. ബി. സുരേഷ് ഗൌഡയുടെ മകൾ ഐശ്വര്യ മാണ്ഡ്യ ജില്ലയിലെ ശ്രീരംഗപട്ടണ താലൂക്കിലുള്ള ആരതി ഉക്കട ക്ഷേത്രത്തിൽ പ്രത്യേക സുരക്ഷാ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ സബ് ഇൻസ്പെക്ടറെ മർദ്ദിച്ചതായാണ് ആരോപണം. കഴിഞ്ഞ 12-ന് രാത്രി 8:15 ക്ഷേത്ര പരിസരത്താണ് സംഭവം നടക്കുന്നത്. ഐശ്വര്യ തന്നെ അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തെന്ന് ചൂണ്ടിക്കാട്ടി വനിതാ എസ്.ഐ പരാതി നൽകി. ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തിയ ഐശ്വര്യയെ അകത്തേക്ക് കടത്തിവിടാൻ വൈകിയതിൽ രോഷാകുലയായാണ് അവർ ഈ സമയം സുരക്ഷാ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എസ്.ഐയെ കയ്യേറ്റം ചെയ്തത്. സംഭവത്തെ തുടർന്ന് മർദ്ദനമേറ്റ സവിത എന്ന പോലീസ് ഉദ്യോഗസ്ഥ ഐശ്വര്യക്കെതിരെ പരാതി നൽകി. ഭാരതീയ ന്യായ സംഹിതയിലെ വിവിധ വകുപ്പുകൾ പ്രകാരം ക്യാതനഹള്ളി പോലീസ് സ്റ്റേഷനിൽ എഫ്.ഐ.ആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ജാമ്യമില്ലാ വകുപ്പുകൾ ഉൾപ്പെട്ടിട്ടും ഐശ്വര്യയെ ഇതുവരെ കസ്റ്റഡിയിലെടുക്കുകയോ നോട്ടീസ് നൽകുകയോ ചെയ്തിട്ടില്ല. അതേസമയം വിവാദ സംഭവത്തിൽ മാപ്പ് ചോദിച്ചുകൊണ്ട് രംഗത്തെത്തിയ ബി.ജെ.പി. നേതാവ് പി. സുരേഷ് ഗൌഡ പോലീസ് ഉദ്യോഗസ്ഥ തൻ്റെ മകളെ ചീത്ത വിളിച്ചതായും ആരോപണമുയർത്തി. എൻ്റെ മകൾ ആ ക്ഷേത്രം സന്ദർശിച്ചിരുന്നു. ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിനുള്ളിൽ പ്രവേശിക്കാൻ അനുവദിക്കണമെന്ന് അവർ സുരക്ഷാ ഉദ്യോഗസ്ഥരോട് അഭ്യർത്ഥിച്ചു. ഒരു സർക്കിൾ ഇൻസ്പെക്ടറെ ഉള്ളിലേക്ക് കടത്തിവിട്ടിട്ടും എൻ്റെ മകളെ പ്രവേശിക്കാൻ പോലീസ് അനുവദിച്ചില്ല. ഉള്ളിലേക്ക് കടത്തിവിടാൻ അവൾ വീണ്ടും അവരോട് അഭ്യർത്ഥിച്ചു, എം.എൽ.എ പറഞ്ഞു. അതിനിടയിലാണ് ആ പോലീസ് ഉദ്യോഗസ്ഥ എൻ്റെ മകളെ ചീത്ത വിളിച്ചതെന്നാണ് എനിക്ക് ലഭിച്ചിട്ടുള്ള വിവരം. തുടർന്നാണ് ഇരുവരും തമ്മിൽ വഴക്കുണ്ടായത്. എൻ്റെ മകൾ ഉദ്യോഗസ്ഥയുടെ മുഖത്തടിക്കുന്ന വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും ഈ സംഭവത്തിൽ എനിക്ക് ഖേദമുണ്ട്. ഞാൻ ക്ഷമ ചോദിക്കുന്നു, എം.എൽ.എ. ബി. സുരേഷ് ഗൌഡ പറഞ്ഞു.